കൂട്ടുകാരെ, ഇന്ന് എൻ്റെ നാത്തൂൻ നാരങ്ങ അച്ചാറിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. നല്ല അടിപൊളി അച്ചാറായിരുന്നു. ഞാൻ കൂട്ടി നോക്കി, നല്ല അച്ചാർ. അപ്പോൾ അതിന് ആദ്യം നാരങ്ങ ഇഡ്ഡലി കുട്ടൂത്തിൽ വെച്ചൊന്ന് വാട്ടിയെടുത്ത ശേഷം അതിനെ വെള്ള ഈർപ്പമില്ലാതെ തുടച്ച് വൃത്തിയാക്കി അരിഞ്ഞെടുത്തു. അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തു. അതിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പുറത്ത് വെയിലത്ത് ഒരു ബക്കറ്റിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ആ നാരങ്ങ നമ്മൾ ഉണക്കാൻ വെച്ചു. അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറിന് ശേഷം അത് നന്നായി ഉണങ്ങിയ ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് നാരങ്ങ അച്ചാറിന് എടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് 2 കഷ്ണം കട്ടക്കായവും ഒരു ചെറിയ 2 പീസ് ഇഞ്ചിയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. എന്നിട്ട് ഈ കായം നേരത്തെ കോരിഞ്ഞെടുത്ത് മാറ്റി ഇഞ്ചി നന്നായിട്ട് മൂക്കട്ടെ. അതിൽ കിടന്ന് ഈ മൂക്കുന്നതിലേക്ക് വറ്റൽ മുളക്, നാത്തൂൺ കഴുകി ഉണക്കി വെച്ച വറ്റൽ മുളകിനെ ഒരു 7-8 പീസ്, 7-8 ഇതൊരു 8-10 പീസുണ്ട്. ഈ വറ്റൽ മുളക് അതിലേക്കിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉണക്കി വെച്ചിരുന്ന നാരങ്ങ, മുളക് പൊടിയും എല്ലാം ചേർത്ത് ഉണക്കി വെച്ചിരുന്ന നാരങ്ങയെ ഈ ചട്ടിയിലെ എണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തീ കുറച്ചിട്ട്, എന്ന് വെച്ചാൽ ഇതിൽ വേറെ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടില്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടി ഈ അച്ചാറിൽ ചേർത്തിട്ടില്ല. ഇതിനെ ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി അത് നല്ല ഒന്ന് വെന്ത് വരുന്നത്, അതിൻ്റെ ഈ തോടിലെ പച്ചമയം മാറണം. അത് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി അതെടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കണം. ചെറിയ തീയെ ഇടാവൂ. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഈ നാരങ്ങയെ ഉണങ്ങാൻ വെക്കണം. അതൊരു 1/2 മണിക്കൂർ അതിനങ്ങ് മാറ്റി വയ്ക്കണം. ഈ 1/2 മണിക്കൂർ ഇരുന്നത് ഉണങ്ങണം. അപ്പോൾ ഇത് ഉണങ്ങുന്ന നേരത്തിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മുളകും ഇഞ്ചിയും കായവും നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത ശേഷം വാളംപുളി പിഴിഞ്ഞ് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇനി അടുപ്പ് കത്തിച്ച് വേറെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ. ആദ്യം ഈ സാധനങ്ങളെല്ലാം ഒഴിച്ചെടുത്തത് നല്ലെണ്ണയിലാണ്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ വേണം ഒഴിക്കാൻ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ഇപ്പോൾ സാധാരണ വീട്ടിൽ എത്രയാണോ നമ്മൾ കടുകിടാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കടുകിട്ട് പൊട്ടിക്കണം. പൊട്ടിച്ച ശേഷം ആ എണ്ണയിലേക്ക് ഒരു 7-8 അല്ലി, അത് നമുക്ക് ആവശ്യത്തിനിടാം. നാരങ്ങയുടെ വലിപ്പം എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് വെളുത്തുള്ളി ഇടാം. അത്രയും വെളുത്തുള്ളി ഇട്ട് ഈ വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ബ്രൗൺ നിറം ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ആ വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ പൊടിപ്പിച്ച് വെച്ച മുളകും കായവും അതിനെ നമ്മൾ ആ പൊടിയെ നമ്മൾ ഈ എണ്ണയിലേക്ക് തട്ടി നന്നായിട്ട് യോജിപ്പിക്കണം. ആ കൂട്ടിലേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കണം. പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് ആ മിക്സിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇതൊക്കെയാണ് എൻ്റെ നാത്തൂൻ്റെ സ്പെഷ്യൽ റെസിപ്പി. ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ല, മഞ്ഞ ചേർത്തിട്ടില്ല. അപ്പം ഈ മിക്സിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ നന്നായിട്ട് ചെറിയ തീയിലിട്ട് വേണം യോജിപ്പിക്കാൻ. നമ്മൾ ജോലി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തീ കൂട്ടി വെച്ചങ്ങ് തിളപ്പിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്പം സമയം എടുത്തിട്ടായാലും തീ കുറച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് ഇതിനെയും ഉണക്കണമല്ല, തണുക്കാൻ വെക്കണം. ഒരു 1/2 മണിക്കൂർ ഈ അരപ്പും തണുക്കണം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാരങ്ങയും തണുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ കറിക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നാരങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാ നാത്തൂനിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അതിൻ്റെ നാരങ്ങയുടെ കഷ്ണമൊന്നും ഇളവിപ്പോവാതെ അത് ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചതാ അതിനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നാരങ്ങ അച്ചാർ റെഡി. ഇത്രയേ ഉള്ളൂ. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും നീളത്തിൽ പോയത്. ഇത്രയും സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ നാരങ്ങ അച്ചാർ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ നാത്തൂനും ഒരു കൊതി, എന്നാൽ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം നാത്തൂനും ഒന്ന് തൊട്ട് നാക്കിൽ വെച്ചു. ആ